കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. മതി. ധന്യനായ പൗലോസ്ലീഹ കൊരിന്തിലെ വിശുദ്ധന്മാർക്ക് ലേഖനം എഴുതുമ്പോൾ ആ സഭയെ ഓർപ്പിച്ചുണർത്തുന്ന ഒരു ഭാഗമാണ് ഇന്നത്തെ ധ്യാനത്തിനായി വായിച്ചിരിക്കുന്നത്. പൗലോസ് കൊരിന്തിലെ സഭയോട് പറയുകയാണ്, നിങ്ങൾ ഒരു കൃപാവരത്തിനും കുറവില്ലാത്തവരാകണം. ഒരു കൃപാവരത്തിനും കുറവില്ലാത്തവരാകണം എന്നിട്ട് എഴുതിയിരിക്കുകയാണ്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്ന നിങ്ങൾക്ക് ഒരു കൃപാവരത്തിനും കുറവുണ്ടാകരുത്. ഞാൻ ഈ പ്രസംഗം തുടങ്ങുമ്പോഴേ ഒരു കാര്യം പറയാം. നമ്മൾ രക്ഷിക്കപ്പെട്ടു, സ്നാനമേറ്റു, വിശുദ്ധ ജീവിതം നയിക്കുന്നു. പിന്നെ നമ്മൾ വിചാരിച്ചിരുന്ന കർത്താവ് ഇങ്ങ് വന്നാൽ മതിയെന്നാണ് ചിന്തിച്ചിരിക്കുന്നത്. പക്ഷെ വേദപുസ്തകം അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. രക്ഷിക്കപ്പെട്ടത് കൊണ്ടോ സ്നാനപ്പെട്ടത് കൊണ്ടോ ലൈഫ് തീരുവല്ല. മറിച്ച് പിന്നൊരു ദൈവവൈതൻ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് കൃപാവരങ്ങളാൽ നിറയപ്പെട്ടാണ്. എന്താണ്? കൃപാവരങ്ങളാൽ നിറയപ്പെട്ടതാണ്. നിങ്ങൾക്കറിയാം, ഏറ്റവും കൂടുതൽ എതിരിന്ന് കൃപാവരത്തോടാണ്. അവർക്ക് ചോദിക്കുന്നത്, വെറുതെ ഈ പണിക്കൊക്കെ പോകുന്നത് എന്തിനാ? ഒരു വചനമൊക്കെ പ്രസംഗിച്ച് മര്യാദയ്ക്ക് പോയിക്കൂടെ? വെറുതെ ഇങ്ങനെ പ്രവചിക്കാൻ പോവുക, രോഗിയെ സൗഖ്യമാക്കാൻ പോവുക, ഭൂതത്തെ പുറത്താക്കാൻ പോവുക. നമ്മൾ എന്തിനാ ആവശ്യമില്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നമുക്ക് മാന്യമായിട്ട് നിന്നുകൊണ്ട് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് ഒരു അടിപൊളി പ്രസംഗമൊക്കെ ഉണ്ടാക്കി, അല്ലെ അതിന് ചിരിപ്പിച്ചൊരു കോമഡിയൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോയാൽ പോരെ. പിന്നെ എന്തിനാ ഈ കൃപാവരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്? അപ്പോൾ അതുകൊണ്ട് കൃപാവര ശുശ്രൂഷയോട് സ്തോത്രം പൊതുവെ എതിരാണ്. പ്രവാചകന്മാരാണെങ്കിൽ ഉടനെ അടുത്ത പറയുന്നുണ്ട് കള്ളപ്രവാചകനാണ്. എന്താ? അത് കേൾക്കുമ്പോൾ ചിലർ പിന്നെ പ്രവചിക്കത്തില്ല. സ്തോത്രം. അതിന് പറ്റിയ ചില വാക്യങ്ങളൂടെ എടുത്തു വെച്ച് പറയും ഇവരെല്ലാം കള്ളപ്രവചനമാണ്. എന്തുകൊണ്ടാണ് ഈ കള്ളപ്രവചനം എന്ന് പറയുന്നതെന്നറിയോ? നല്ല പ്രവചനം ഉള്ളതുകൊണ്ടാണ്. സ്തോത്രം. നമ്മുടെ നാട്ടിൽ ധാരാളം കള്ളനോട്ട് അടിക്കുന്നവരുണ്ട്. എവിടാണെന്നൊന്നും എനിക്കറിയത്തില്ല. നാളെ എൻ്റെ പുറകെ വരുന്ന പാസ്റ്റർ പറഞ്ഞ് കള്ളനോട്ട് അടിക്കുന്നത് എവിടാണെന്ന് ചോദിച്ചു വരരുത്. എന്നാൽ ആരും എന്താ ഈ 1000 രൂപയുടെ കള്ളനോട്ട് ഇപ്പം അടിക്കാത്ത? തൻ്റെ ഇടം ഉണ്ടോ ഒരു കള്ളൻ അടിക്കാൻ? അടിക്കുകയില്ല. എൻ്റെ കാരണം എന്താ? 1000ൻ്റെ നല്ല നോട്ടില്ല. 500ൻ്റെ അടിക്കാൻ കാരണം 500ൻ്റെ നല്ല നോട്ട്. അപ്പോൾ അവരവരെ ഭരിക്കുന്ന ആത്മാവ് ഏതാന്ന് പൗലോസ് പറയും. ആത്മീക വരങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിവില്ലാത്തവരാകരുത്. എന്തുവാ? ആത്മീക വരങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിവില്ലാത്തവരാകരുത്. സ്തോത്രം. കൃപാവരം എത്ര എണ്ണമുണ്ട്? പാസ്റ്റർമാർ പറയരുത്. 12 എണ്ണം കൂടാതെ ശ്രേഷ്ഠവരം. 12 വരമുണ്ട് കൂടാതെ ശ്രേഷ്ഠവരം. നമ്മളെ പെട്ടെന്നൊന്ന് പറഞ്ഞു കേൾപ്പിക്കാം. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിലാണ്. എല്ലാം 12-ലല്ല, ബാക്കിയൊക്കെ പിന്നെ ചെന്ന് തപ്പി കണ്ടുപിടിക്കണം. 12-ാം അധ്യായം 1-ാം വാക്യം, ആത്മീയ വരങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാത്തവരാകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സഹോദരന്മാരെ, ആത്മീക വരങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാത്തവരാകരുത്. പൗലോസ് പറയാം, നിങ്ങൾക്ക് ആത്മീയ വരങ്ങളെ കുറിച്ച് എന്ത് വേണം? അറിവ് വേണം. സ്തോത്രം. ഇനി ഞാൻ വായിക്കാൻ സമയം എടുക്കുന്നില്ല, ഞാനങ്ങ് പറഞ്ഞു പോവാം. 8-ാമത്തെ വാക്യം മുതൽ നോക്കിയാൽ മതി. പിന്നെ നിങ്ങൾ ഇപ്പോൾ വായിക്കണ്ട, ഞാൻ പറഞ്ഞു പോവാം. അമ്മ സ്തോത്രം. ഒരുത്തൻ ആത്മാവിനാൽ ജ്ഞാനത്തിൻ്റെ വചനം. എന്തോ? ജ്ഞാനത്തിൻ്റെ വചനം. മറ്റൊരുത്തന് അതേ ആത്മാവിൽ പരിജ്ഞാനത്തിൻ്റെ വചനം. എന്താണ്? പരിജ്ഞാനത്തിൻ്റെ വചനം. 9-ാം വാക്യം, വേറൊരുത്തന് അതേ ആത്മാവിൽ വിശ്വാസം, മറ്റൊരുത്തന് അതേ ആത്മാവിൽ രോഗശാന്തിയുടെ വരം, മറ്റൊരുത്തന് വീര്യപ്രവൃത്തിയുടെ വരം, മറ്റൊരുത്തന് പ്രവചനം, മറ്റൊരുത്തന് ആത്മാക്കളുടെ വിവേചനം, ഒരുത്തന് ഭാഷാവരം, മറ്റൊരുത്തന് ഭാഷയുടെ വ്യാഖ്യാനം, മറ്റൊരുത്തന് വീര്യപ്രവൃത്തിയുടെ വരം, മറ്റൊരുത്തന് സഹായം ചെയ്യാനുള്ള വരം, വേറൊരുത്തന് പരിപാലന വരം, കൂടാതെ ശ്രേഷ്ഠവരം. അപ്പോൾ വരങ്ങൾ മൊത്തം എത്ര ഉണ്ട്? 12ഉം ശ്രേഷ്ഠവരവും. ശ്രേഷ്ഠവരം എത്ര? എണ്ണിയാൽ തീരുകയല്ല. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പം രക്ഷിക്കപ്പെട്ടത് കൊണ്ടോ സ്നാനപ്പെട്ടത് കൊണ്ടോ അന്യഭാഷാവരം ലഭിച്ചത് കൊണ്ടോ ഒരു കാരണം വെച്ചാലും നിങ്ങൾ ഒതുങ്ങരുത്, കൊതിക്കണം. പൗലോസ് പറയുകയാണ്, സ്തോത്രം, 1 കൊരിന്ത്യർ 14-ാം അധ്യായം 1-ാം വാക്യത്തിൽ
ആത്മീക വരങ്ങളെ വാഞ്ചിപ്പീൻ. ആത്മീക വരങ്ങളും വിശേഷാൽ പ്രവചനവരവും വാഞ്ചിപ്പീൻ. പൗലോസ് പറയുകയാണ്, ആത്മീക വരം വാഞ്ചിക്ക്, പ്രവചന വരം വാഞ്ചിക്ക്. വിശേഷാൽ എന്തുവാ? പ്രവചന വരം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഇപ്പൊ ശാന്തത ഇപ്പൊ ഇച്ചിരി കഴിയുമ്പോൾ മാറും. സ്തോത്രം. അപ്പൊ ശ്രദ്ധിക്കണം, ആത്മീക വരങ്ങളെ വാഞ്ചിക്കണം. പ്രത്യേക എന്തുവാ? വിശേഷാൽ പ്രവചന വരം. പൗലോസ് പറയാ, വാഞ്ചിച്ചോ, കൊതിച്ചോ, നിനക്ക് തരാൻ ദൈവം തയ്യാറാ. പഴയ നിയമത്തില് 3 തരത്തിലുള്ള അഭിഷേകം ഉണ്ടായിരുന്നു. 1 രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുക, 2 പുരോഹിതന്മാരെ അഭിഷേകം ചെയ്യുക, 3 പ്രവാചകന്മാരെ അഭിഷേകം ചെയ്യുക. സ്തോത്രം. പഴയ നിയമത്തിൽ 3 അഭിഷേകമാണ്. രാജാവിനെ അഭിഷേകം ചെയ്യുക, പുരോഹിതനെ അഭിഷേകം ചെയ്യുക. ഞാൻ ഈ 2 പ്രാവശ്യം എടുത്തു പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ ഇത് കയറാനാ. അപ്പൊ രാജാവിനെ അഭിഷേകം ചെയ്യണം, പ്രവാചകനെ പുരോഹിതനെ അഭിഷേകം ചെയ്യണം, പിന്നെ ആരെയാ? പ്രവാചകനെ അഭിഷേകം ചെയ്യണം. സ്തോത്രം. പഴയ നിയമത്തിലെ അഭിഷേകം തൈലാഭിഷേകമാണ്. പഴയ നിയമത്തിലെ അഭിഷേകം എന്തുവാ? ദൈവത്തിന് സ്തോത്രം. ആ തൈലാഭിഷേകം മനുഷ്യരുണ്ടാക്കിയതായി. തൈലാഭിഷേകം പഴയ നിയമത്തിലെ അഭിഷേകം തൈലാഭിഷേകമാണ്. പഴയ നിയമത്തിലെ അഭിഷേകം മനുഷ്യരുണ്ടാക്കിയ അഭിഷേകമാണ്. പഴയ നിയമത്തിലെ അഭിഷേകം കൊമ്പിൽ നിറച്ച തൈലാഭിഷേകമാണ്. അപ്പൊ പഴയ നിയമത്തിലെ അഭിഷേകം ഒഴുകുന്ന അഭിഷേകമാണ്. അഹരോന്റെ തലയിൽ ഒഴിച്ച അഭിഷേക തൈലം താടി വഴി ഒഴുകി വസ്ത്രത്തിന്റെ വെളുമ്പ് വരെ ഒഴുകി ഇറങ്ങിയ പോലെ പഴയ നിയമത്തിലെ അഭിഷേകം ഒഴുകുന്ന അഭിഷേകമാണെങ്കിൽ പുതിയ നിയമത്തിലെ അഭിഷേകം വ്യാപരിക്കുന്ന അഭിഷേകമാണ്. സ്തോത്രം. ഇന്ന് മീറ്റിംഗ് കഴിയുന്നതിന് മുമ്പ് ഇവിടെ ഒരു അഭിഷേകത്തിന്റെ ഒഴുക്കുണ്ടാകണം. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്, എനിക്കൊരു പ്രവചനവരം ദൈവം തരണം, ഒരു രോഗശാന്തി വരം ദൈവം തരണം. അല്പം കൂടെ മുമ്പോട്ട് പോകുമ്പോൾ ഈ ദൂതുകളുടെ വിവരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. സ്തോത്രം. ദൈവം ചിലരെ ബൈബിളിൽ നമ്മൾ പഴയ നിയമത്തിൽ പഠിക്കുമ്പോൾ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പ്രവാചകനാക്കിയവരുണ്ട്. അമ്മയുടെ ഉദരത്തിലെ കൃപാവരം കൊണ്ട് യിരെമ്യാ പ്രവചനം എടുത്തേ, 1-ാം അധ്യായം. സ്തോത്രം. 1-ാം അധ്യായം 5-ാം വാക്യം. നിന്റെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ്, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്നും പുറത്തു വന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. അവിടെ ഒരു പദം, ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചു. എവിടെ വെച്ച്? അമ്മയുടെ ഉദരത്തിൽ വെച്ച്. അപ്പൊ ചിലരെ അഭിഷേകം ചെയ്തത് ജനിക്കുന്നതിന് മുമ്പേ ദൈവം തമ്പുരാൻ പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്തിട്ടുണ്ട്. സ്തോത്രം. ചിലരെ അന്നേരമല്ല ചെയ്യുന്നത്. യിരെമ്യാ പ്രവചനത്തിൽ വാക്യമുണ്ട്, 15-ാം അധ്യായം 19-ാം വാക്യം. നീ അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ എൻ്റെ വായ് പോലെയാവും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവാത്മാവ് പറയുക, ചിലരെ അമ്മയുടെ ഉദരത്തിൽ അഭിഷേകം ചെയ്തെങ്കിൽ ദൈവം ചിലരെ ദൈവത്തിന്റെ സമയത്ത് അഭിഷേകം ചെയ്യുകയാണ്. എന്തോ എനിക്ക് ദൈവാത്മാവ് ഒരു ഉറപ്പ് തരിക, ആരെയൊക്കെയോ ഇന്ന് നിറയ്ക്കുന്ന കൃപാവരത്തിന്റെ ജ്വലനങ്ങൾ ഇതിനകത്ത് വ്യാപരിക്കാൻ പോവാ. ആമോസ് പറയുന്നൊരു കാര്യമുണ്ട്. ആമോസിന്റെ പ്രവചനത്തില് ആമോസ് പ്രവചിക്കുന്നൊരു ഭാഗം 3-ാം അധ്യായം 7-ാം വാക്യത്തിലുണ്ട്. യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തൻ്റെ ദാസന്മാർക്ക് തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല. ഹല്ലേലൂയ. യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തൻ്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്താതെ ഒരു കാര്യവും. അപ്പൊ ചോദിക്കുക, ഞങ്ങളുടെ ദേശത്ത് നടക്കുന്ന കാര്യമൊന്നും ഞങ്ങൾ അറിയുന്നില്ലല്ലോ. നീ പ്രവാചകിയാകാത്തോണ്ടാ, നീ പ്രവാചകനാകാത്തോണ്ടാ. 21 ദിവസവും 24 മണിക്കൂറും ഒക്കെ പ്രാർത്ഥന വെക്കുമ്പോൾ നീ വന്നിരുന്ന് സ്തോത്രം പറഞ്ഞേച്ച് കോട്ടുവാൻ വിട്ടേച്ച് പോകരുത്. കൃപാവരം പ്രാപിച്ചുകൊണ്ടേ പോകാം. ഇന്നത്തെ പ്രസംഗത്തിൽ പാട്ടും പ്രാർത്ഥനയൊക്കെ എന്തിനാ? നിന്റെ ആത്മതലങ്ങളിൽ പുതിയൊരു ലെവലിലേക്ക് നിന്നെ പരിശുദ്ധാത്മാവ് കൊണ്ടുപോകാൻ പോവുക. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന ചിലരെ പുതിയ കൃപകൾ കൊണ്ടും വരങ്ങൾ കൊണ്ടും എൻ്റെ ദൈവം നിറയ്ക്കാൻ പോവുക. എനിക്കറിയാമോ, കൃപാവരങ്ങൾ വെളിപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാ രഹസ്യവും അങ്ങോട്ട് വെളിപ്പെടും. സ്തോത്രം. സഭ വളർന്നത് മുഴുവൻ പോസ്റ്റർ അടിച്ചല്ല, കൃപാവരങ്ങളാ. ഒരു സഭയുടെ സൗന്ദര്യം അവർ AC ഹോള് വെച്ചതല്ല. ഉണ്ടെന്നില്ല. എന്തുവാ?
കൃപാവരം. ജനത്തിന് സുഖങ്ങൾ കൂടണമെന്ന് ആഗ്രഹിക്കുന്നവരാ. ഇപ്പൊ ചെല്ലോട് ചോദിക്കുക, എന്താ ബ്രദറെ യോഗത്തിനകത്ത് അവർ പറഞ്ഞ് ഭയങ്കര ചൂടാ. ഇനി അവർ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അവർ സഭ പണിത് AC ആക്കിയപ്പം ചോദിച്ചാൽ എന്താ വരാത്തെ? ഭയങ്കര തണുപ്പാ, കൊച്ചി പിടിക്കുക, കമ്പിളിയും കൊണ്ടാ വരുന്നത്, എന്നിട്ടും ഇരിക്കാൻ പറ്റുന്നു. കണ്ടോ, മിണ്ടുന്നില്ല. ഇപ്പൊ ചൂടായ കുഴപ്പം, തണുപ്പായ. യേശുവിന്റെ കാലത്ത് വെള്ളത്തിൽ നിന്നാ പ്രസംഗം കേട്ടെ, ആരുടെയും കാല് കൊച്ചി പിടിച്ചില്ല. പറ, യേശു വള്ളമാ യേശുവിന്റെ പ്രസംഗ വീടം. ജനം നിൽക്കുന്ന മുട്ടുന്ന ഈ വെള്ളത്തിലാ. ഇങ്ങോട്ട് നോക്കിയേ, അവിടെ ആർക്കും ഒരസുഖം. ഇപ്പൊ സ്തോത്രമൊക്കെ പോവും. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണേ. സ്തോത്രം. ഇവിടെ സൗകര്യങ്ങൾ വർദ്ധിച്ച നല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം നമ്മൾ പ്രാപിക്കേണ്ടത് പ്രാപിക്കണം.